ഇതാന്നോടാ കൊച്ച്? അമ്മമ്മ വന്നാട്ടെ. അപ്പം മോക്കെന്നെ മനസ്സിലായോ? പ്രകാശ് എപ്പോഴും പറയും. ആന്നോടാ കുഞ്ഞോനെ, നീ എന്നെ കുറിച്ച് എപ്പോഴും പറയുവോ? ഹലോ എബി. അമ്മാമേ, ഇത് എബി, ഞങ്ങളുടെ കോളേജിൽ തന്നെയാ. തൊട്ടപ്പുറത്തെ വീട്ടിലാ. ആ അമ്മമ്മ വാ. പപ്പ, ഇത് പ്രകാശ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേരി അവസനോലെ സമ്മാനം കിട്ടിയ. ഹലോ. ഹലോ. ഇത് പ്രകാശിന്റെ അമ്മാമ്മ. പപ്പ, മമ്മി. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാനങ്ങ് പുളിങ്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ. മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയില്. ഇവനെ അവിടെ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ. പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയിൽ ഞങ്ങളൊക്കെ കണ്ടു. ഞാനും കണ്ടു. ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ. എനിക്ക് എവിടുന്നാ സമയം? 10-15 പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക്. ഇതിപ്പോ ഇവൻ ഇങ്ങനൊരു താല്പര്യമുള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി. മോടെ പഠിത്തം കഴിയാറായോ? ഡിഗ്രി ഫൈനൽ ഇയറാ. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും പഠിക്കാം. എന്തോത്തിനാ? പെൺകൊച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ. നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക്. സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ അമ്മാമേ, വൈകുന്നേരം എത്തണ്ടേ? ജോലിക്കാരുള്ളതല്ലേ? ഇന്ന് ആരും ഇല്ലടാ, ഞായറാഴ്ചയല്ലയോ. കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോകുന്നത്. ഞാൻ അല്പം ചായ എടുക്കാം. അവിടെ ഇരുവച്ചേ, ഇപ്പം ചായ ഒന്നും വേണ്ടാന്നേ. ചായ ഞങ്ങളുടെ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് നാൽപ്പാങ്കുരിശുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ. ചെലപ്പോ കേട്ട് കാണും. കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജോണി. ഏത് ജോണി? ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ. ഓ അവൻ എന്റെ മൂത്ത നാത്തുന്റെ മോടെ മോനല്ലയോ? അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോണിയാ. അങ്ങനെ വരട്ടെ, കൊച്ചുമറിയുടെ മോള്. അപ്പൊ നമ്മള് ചാർച്ചക്കാരായി. ആ അമ്മാമ്മ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. മിക്കവാറും ഇന്ന് തന്നെ മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും. പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം. ഞാൻ ഇടപെടണോടാ? എവിടം വരെ പോകും നോക്കാം. ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്കുന്നിലോട്ട്. പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരു ആശ്വാസം അല്ലേ? വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. എല്ലാവർക്കും തിരക്ക് തന്നെ. ഞാൻ മാത്തുക്കുട്ടിയുടെ അവിടെ പോയി നിന്ന് 3 മാസം. എനിക്ക് മടുത്തു. അവനും തിരക്ക്, പെമ്പിളയ്ക്കും തിരക്ക്, അലക്കാനും തുടയ്ക്കാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പോ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന്. അല്ലെങ്കിൽ അവിടെ ചെന്ന് വല്ല മതാമ്മയും പടലിൽ കയറിയ. അല്ല, കുഞ്ഞോനാ ബുദ്ധിവശം കാണിക്കലെന്നറിയാം. ഇല്ലയോ മോളെ? നമുക്ക് ഇറങ്ങാം അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദേ ഇവനും തിരക്ക്. ചായ കുടിച്ചു പോകാവിടാ. ഇത് കഴിക്കാം മാമേ. വേണ്ട മോളെ, അമ്മാമ്മയ്ക്ക് ഇതൊന്നും കഴിച്ചുകൂടാ. മോളെ കണ്ടപ്പോ തന്നെ അമ്മമ്മയുടെ വയറ് നിറഞ്ഞു. കുഞ്ഞോന്റെ ഇഷ്ടം എന്താ വെച്ചാ അത് എന്റെയും കൂടി ഇഷ്ടാ. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ ഇനിയും വരുന്നുണ്ട്. കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്നും നടത്തരുതോ? ഞാൻ മാത്തുക്കുട്ടിക്കും എഴുതുന്നുണ്ട്. പാടാ. പുറപ്പെടുമ്പോ 1000 വട്ടം പറഞ്ഞല്ലേ അമ്മാമേ, ചളാക്കരുതെന്ന്. നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ? വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാന്നോ? വിളക്ക് കാലേ വെക്കണം, എന്നാലേ വെളിച്ചം കാണൂ. അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ. നീ വണ്ടി വിടറാ എന്റെ പാ. പോട്ടെ മോളെ. ആ ഡോക്ടർ സണ്ണി കൊടുക്ക്. നിക്ക്. ആ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, എന്തോന്നാ അത്? അത് പപ്പ ഞാൻ കേട്ടില്ല. നീ കേട്ടോടാ? അത് പിന്നെ ഇവിടെ കേൾക്കാത്തോണ്ട് ഞാനും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ദാ ഇവളും കേട്ടു. അതെ, ഞാൻ ഏതാണ്ട് കേട്ടു. ആ സണ്ണി, ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ ഇറങ്ങും? ബേബിയോ? 2 പേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും. കാര്യമുണ്ട്, താൻ വാ. അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ഐ എം സോറി പപ്പ. പപ്പയോടും മമ്മിയോടും പറയാൻ ഞങ്ങള് പ്ലാൻ ഇട്ടിരിക്കായിരുന്നു. അതിനിടയില്. ഓഹോ, അപ്പൊ ഇയാളുണ്ടോ കൂട്ടിന്? അപ്പോഴേ ഇവള് നമ്മളുടെ കൂടെ കോളേജിലും കറങ്ങാനൊക്കെ വിട്ടത് ഇതിനായിരുന്നോ? ഇതിപ്പോ ദൈവം പണ്ട് ആദാമിനോട് ചോദിച്ച പോലെ ആയല്ലോ. ഇതിനോ ആദമൻ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. എന്തോ വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ജോബച്ചായ. പിന്നെ പ്രേമിച്ചേ അടങ്ങുന്നു വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? എടാ നോണയാ പപ്പ. ദേ ഇവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാ ഞാൻ പ്രേമിച്ചത്. അല്ല, സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നേരാ. പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ ജോബച്ചായ. പുളുങ്കൊന്നത്തെ പുളുങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിരിക്കുന്നത്. ഏത് കൊമ്പത്തായാലും പഠിപ്പിന്റെ ഇടയിൽ പ്രേമവും കൊടച്ചക്രവും ഒന്നും ഇവിടെ വേണ്ട.
വേണ്ട. പ്രേമാവുമ്പോ അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഇതിപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രേമല്ലേ, അത് വേണ്ടാന്ന് വെക്കാൻ എനിക്കത്ര പ്രയാസമൊന്നുമില്ല. അല്ലടാ പപ്പ? എടി, അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ നിനക്കെന്താ ധൈര്യം വരാഞ്ഞ്? ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലേ എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ച് കെട്ടിച്ചാനെ അപ്പൻ. മാറി നിൽക്കണം. ലൈബ്രറിയിൽ നിന്ന് ഇവനെ ഇങ്ങോട്ട് മുങ്ങി. ആഹാ, ഞാൻ നിന്നെ നോക്കി നടക്കുമായിരുന്നു. ഇങ്ങനെ ക്ലാസ് ഉണ്ടാവോ? സംശയ. ഏയ്, ഒരു നൂൺ ഷോ പ്രോഗ്രാം വിട്ടാലോ നമുക്ക്? പ്രകാശുണ്ട്. പ്രകാശ് കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ നോക്കിട്ട് വരാന്ന് പറഞ്ഞു പോന്നതാ. ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. അത് കൊള്ളാം. നീ ഇല്ലാതെയോ? ഞാനില്ലെന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കും ചെയ്യാലോ. ചെല്ലേ. പിന്നെയും തുടങ്ങി നിനക്ക്. നീ എന്നോട് വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആരാണല്ലേ പറഞ്ഞേ? സോറി, വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞു അല്ലേ? അത് പിന്നെ 2 ടിക്കറ്റേ റിസർവ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവളോട് പറഞ്ഞാ വരുന്നില്ല എന്ന്. ചെല്ലോ, നിങ്ങൾ പോയിക്കോ. നീ ഇങ്ങോട്ട് കേറിക്കേ. ഞാൻ ഹോസ്റ്റലിലെ ദീപകിന്റെ റൂമിൽ കാണും. പടം വിടുമ്പോ തിയേറ്ററിന്റെ മുമ്പിൽ വരാം. നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ? പ്രകാശ് വിട്ടോ. നീ പറയുന്ന കേട്ടെ. കേറങ്ങോട്ട് കേറടാ. ഓക്കെ? कभी कभी तुम्हें देखकर ये गुमा होता है कि तौहीद कोई इंसानी जिस्म नहीं, किसी मशीन का नाम है പ്രകാശ്, जिसमें खुशी, गम, നമുക്ക് പോവാം. दर्द और रहम नाम का कोई भी पुर्जा नहीं. എനിക്കൊരു മൂഡില്ല. പ്രകാശ് വേണമെങ്കിൽ കാണാം. ഞാൻ പോവാ. मशीनें गद्दार नहीं होती जनाब. എബിടാ, അവൻ നേരത്തെ പോയല്ലോ മോളെ. എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അതെന്താ നിന്നോട് പറയാതെ പോയത്? ബൈക്കും എടുത്തിട്ടില്ല എന്ന്. ഇല്ല, ക്ലാസ്സിലില്ലേ? ഇല്ലെന്നേ, ക്യാൻറ്റീനിലും ഇല്ല. താനും കയറില്ലേ അവര്? എന്താ രണ്ടുപേരും കൂടി പിണങ്ങിയോ? ഹേയ്, വർഷ, ഞാനിന്ന് ബൈക്ക് എടുക്കാൻ വന്നു. എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഓഫ് കോഴ്സ്, വാ. എന്താ ഇവിടെ നിർത്തിയത്? ഇങ്ങനെയൊരു മൊമെന്റ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോ ഹാപ്പി എബി. എബിക്ക് തിരക്കുണ്ടോ? ഇല്ല. ഒരു 5 മിനിറ്റ്, ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക്. രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇന്ന് രണ്ടുപേരും ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. സോന ഡോറ് വരെ വന്ന് മടങ്ങിപ്പോയി. എബി അങ്ങോട്ടേക്ക് വന്നതേ ഇല്ല. ഭയങ്കര തലവേദനയായിരുന്നു. ഹോസ്റ്റലിൽ ദീപകിന്റെ റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി. നോണ,
രണ്ടുപേരും പിണങ്ങി അല്ലേ? ഹേയ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രകാശുമായിട്ട് റൊമാൻസ് ആയി പിന്നെ സോണ എബി അവോയ്ഡ് ചെയ്യുന്നു അല്ലേ? ഏയ്, ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. നഷ്ടബോധം തോന്നുന്നുണ്ട് എബിക്ക്. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു. ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ എന്റെ ഒപ്പം ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോ എന്റെ പ്രാർത്ഥന ഫലിക്കണ പോലെ. ഡൽഹിയിൽ നിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു. ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട്. എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം. എനിക്ക് 3 വയസ്സുള്ളപ്പോ ഡാഡിയും മമ്മിയും പിരിഞ്ഞു. പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ. അതിനിടയിൽ ഒരുപാട് സംസാരിക്കും. കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ. നമുക്കൊന്ന് മീറ്റ് ചെയ്തൂടെ ഡാഡിയെ? എബി, ഒരു മോഹം. പ്ലീസ് എക്സ്ചേഞ്ച്. സോറി, ഐ എം സോറി വർഷ. ബേബി, ആ. ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടിൽ, അതായത് തിരുവല്ലാമലയിലെ ഭസ്മം എന്നൊരു പേരുണ്ട്. വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്കാന്നാ പറയാ. പണ്ട് കാരണവന്മാരൊരു ഭാഷയാ. മക്കളും മരുമക്കളും അറിയാതെ മോന്താനുള്ള അടവേ. ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? പിന്നെ അല്ല, മേനോൻ സാർ ഈയിടെ ശുക്രിയ പറിച്ചത് നിർത്തിയോ? പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ? ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ അപ്പ വിഴിയും കളി. അല്ല, നമ്മുടെ ആളെവിടെ രുക്കു? കാണാറേ ഇല്ലല്ലോ. നാട്ടിൽ പോയി വന്നിട്ടില്ല. ഓഹോ, ചിന്നയുടെ അമ്മ പാമ്പ് കടിച്ച് ചത്തുന്നറിഞ്ഞ് ചാടിത്തുള്ളി പോയതാ. ഒടുവിലെ വഴിപാട് നേർന്നതിന് ബലം ഉണ്ടായി അല്ലേ? ഇതെന്നെ പറ്റി ഈ പിള്ളേർക്ക്? കുറെ നേരമായല്ലോ നഞ്ചു തിന്ന താറാവിനെ പോലെ. എന്നതടി സോന? അല്ലേലും ഇവരുടെ കോമഡി കൊണ്ട് ഇവിടെ ചെവിതല കേൾക്കല്ല. എന്നതാടാ എബി? ഒന്നുമില്ല ജോബച്ചായ. പിന്നെ എന്നാത്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നേ? എന്നതാടി മോളെ? സണ്ണിച്ചായനോട് പറ, നിന്റെ മുഖം എന്താടി വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. പിന്നെ നിന്റെ ലവ് ഫെയിലർ ആയ മോളെ? അതൊന്നുമല്ല. എന്നതായാലും നീ സണ്ണിച്ചായനോട് പറ. ഇവൻ എന്നോട് മിണ്ടിയിട്ട് 2 ദിവസമായി സണ്ണിച്ചായ. അതെന്നതാടാ, നിന്റെ സംസാരശേഷി പോയോ? ഒന്നും മിണ്ടായിരിക്കും അപ്പ. ഓ, അപ്പൊ നീ മിണ്ടും. പിന്നെന്താടാ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തേ? അവളെ എന്നോട് പിണങ്ങി നടക്കുന്നത്. അത് ഇന്ന് വൈകിട്ട്. അതിന്റെ കാരണമുണ്ട്. അതിന് മുൻപോ എന്നെ കൂട്ടാതെ കോളേജിൽ പോവാ, എന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നിടത്തുനിന്നൊക്കെ മാറി നടക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ തന്നെയല്ലേ എന്നെ ഒന്നി തള്ളി പ്രകാശിനോട് സിനിമയ്ക്ക് വിട്ടത്? അവള് ചോദിച്ചതിന് ഉത്തരം പറയടാ. അത് പപ്പ പ്രകാശിന് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കരുതിയിട്ടാ. പ്രകാശ് ഇഷ്ടമല്ലെങ്കിൽ നീ എന്നോട് മിണ്ടൂലേ? പറ, എന്നോട് മിണ്ടൂലേ? എന്നിട്ട് അവൻ എന്നോട് റിവഞ്ച് എടുക്കാൻ നടക്കുക. എന്നെ മൈൻഡ് ചെയ്ത് വർഷയുടെ കൂടെ കാറി കയറി പോവാ, ഐസ്ക്രീം പാർലറിൽ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുക. അതേതാ പുതിയൊരു കഥാപാത്രം ഇതിനിടയിൽ? വർഷ ഇവന്റെ ഒരു ആരാധിക. പ്രേമം തലയ്ക്ക് പിടിച്ച് പുറകെ നടക്കുക. കണ്ടോ കണ്ടോ, എല്ലാം ഇവള് എന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് എന്താ വർഷയെ പ്രേമിച്ചാലെന്ന് പറഞ്ഞ് എന്നെ ഇളക്കിയതാരാ? ഇനിയിപ്പോ ഞാൻ പ്രേമിക്കാൻ പോവാ. പ്രേമിച്ചോ? പ്രേമിക്കേണ്ടത് ആരാ പറഞ്ഞത്? നിർത്ത മതി. കാര്യമൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ ഇവളെ പ്രേമിക്കുക, ഇവൻ അവളെ പ്രേമിക്കുക. ചേടാ, ഇത്രയും കാലം എന്റെ മാന്യന്മാരുടെ ഇടയില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ പ്രേമം. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എല്ലാത്തിനും കാരണം ഈ മേനോൻ സാറാ. ശുക്രിയ. നോക്ക്, ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും, ആ പപ്പയ്ക്ക് സങ്കടാവും. ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും, ആ മമ്മിയും കരയും. അതുകൊണ്ട് എന്റെ മക്കളെ കൈകൂട കൊടുക്കട. നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും. മനസ്സിലായോ? എനിക്കെന്താടാ ജോബെ കരച്ചിൽ വരുന്നേ? ഞാൻ ഫിറ്റാന്ന്. എടുക്കടോ.